HST സൈക്കോളജിയുടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ആൽപോർട്ട് ടൈപ്സ് ഓഫ് ട്രൈറ്റ്സ്? അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ ഈസി ആണെന്ന് മനസ്സിലായി. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കാർഡിനൽ ട്രൈറ്റ്സ്, ഓപ്ഷൻ ബി സെൻട്രൽ ട്രൈറ്റ്സ്, ഓപ്ഷൻ സി സെക്കൻഡറി ട്രൈറ്റ്സ് ആൻഡ് ഓപ്ഷൻ ഡി പ്രൈമറി ട്രൈറ്റ്സ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? ഓഫ് കോഴ്സ് ഓപ്ഷൻ ഡി പ്രൈമറി ട്രൈറ്റ്സ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ആൽപോർട്ട് പറയുന്നത് ഏതൊരാളുടെ പേഴ്സണാലിറ്റിയിലും 3 ടൈപ്പ് ഓഫ് ട്രേറ്റ്സുകളുണ്ട്. ഒന്നാമത്തതാണ് കാർഡിനൽ, രണ്ടാമത്തതാണ് സെൻട്രൽ ആൻഡ് മൂന്നാമത്തതാണ് സെക്കൻഡറി ട്രൈറ്റ്സ്. ഇതിൽ കാർഡിനൽ എന്ന് പറയുന്ന കാർഡിനൽ ട്രൈറ്റ്സ് പറയുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ വളരെ കോറായിട്ടുള്ള ഒരെണ്ണം, എല്ലാവർക്കും കിട്ടാത്ത എന്നാൽ വളരെ കോർ. നമ്മൾ പറയാറുണ്ട് മഹാത്മാഗാന്ധിയുടെ നോൺ വയലൻസ് ആയിക്കോട്ടെ, മദർ തെരേസയുടെ സിൻസിയാരിറ്റി പോലെ വളരെ അധികം കോറായിട്ടുള്ള ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ വളരെ കോറായിട്ടുള്ള ഒന്നാണ് കാർഡിനൽ ട്രൈറ്റ്. എന്നാൽ സെൻട്രൽ ട്രൈറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, എല്ലാവർക്കും കിട്ടുന്ന ഹോണസ്റ്റ് പോലെ ട്രസ്റ്റ് വർത്തിനെസ് പോലുള്ള ഒരു ഫാക്ടറാണ് സെൻട്രൽ ട്രൈറ്റ്. ദെൻ സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ദേ ആർ ദ പ്രിഫറൻസസ്. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത് എന്ത് കഴിക്കണം, ഇപ്പോൾ ചിലർ ബിരിയാണി പ്രിഫർ ചെയ്യും, ചിലർ മന്തി പ്രിഫർ ചെയ്യും അല്ലേ. ആ ഒരു പ്രിഫറൻസ് ആണ് സെക്കൻഡറി ട്രൈറ്റ്സ്. ആൻഡ് ഓപ്ഷൻ ഡി ആണ് പ്രൈമറി ട്രൈറ്റ്സ്. നമ്മുടെ ഉത്തരം. ആൽപോർട്ട് പറഞ്ഞിട്ടില്ലാത്തൊരു ട്രൈ എന്ന് പറയുന്നത് പ്രൈമറി ട്രൈറ്റ്സ് ആണ്.